ഹലോ ഗൈസ്, പുതിയ ഗെയിമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉദ്ദേശം നമ്മൾ കാണിക്കുന്നത് വെച്ചാൽ ക്രാഫ്റ്റ് സ്കൂൾ ക്രാഫ്റ്റ് പാർട്ടി ഗെയിമായിട്ടാണ് ഗൈസ് അതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഗെയിമായിട്ടാണ് ഗൈസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ട് ഗൈസ് ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ടോ ഗൈസ്. അപ്പോൾ ഇന്ന് ലാപ്ടോപ്പിലല്ല, കാരണം ഈ ഗെയിം ലാപ്ടോപ്പിൽ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഫോണിൽ തന്നെ കളിക്കാൻ വിചാരിച്ചു, അങ്ങനെ എടുത്തിട്ട് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാനിങ് എന്ന് വെച്ചാൽ നമുക്ക് നേരെ പാരസ്യം വരും ഗൈസ്. ഗൈസ്, അപ്പോൾ എൻ്റെ പ്ലാനിങ് വെച്ചാൽ ഞാൻ കാണിച്ചുതരാം. കട്ടാള ഇതൊക്കെ ഇത് കട്ടാള മാച്ച് ഇങ്ങനെ ഷോർട്ട് കട്ട് പിടിച്ചാൽ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. വീഡിയോ பார்க்கട്ടെ. നമ്മൾ ഈ രൂപയുടെ ഇത്രക്കും സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ വീടൊന്നും കൂടി വലുതാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്ലാനിങ് വെച്ചാൽ ഈ ഒരു പറമ്പ് ഫുള്ളൊരു ഇതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്ഥലങ്ങളിൽ കുറേ നമ്മളിപ്പോൾ ഞാൻ തിയേറ്റർ പ്ലാൻ ചെയ്തു. തിയേറ്റർ എൻ്റെ കൂടെ പൊളിക്കും. ഇതിൽ ഏറ്റവും വലിയ ടി വിയാണ് വെക്കുക. ചെറിയ ടി വി ഉണ്ട്, അതൊരു നമ്മളെ മിനി തിയേറ്റർ റൂമില്ലേ അതേമാതിരി ആക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ റൂമിൻ്റെ ഉള്ളിൽ എന്താ വെച്ചത്? ഉള്ളിൽ ഒന്നും വെച്ചിട്ടില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാരേജായിട്ട് എടുക്കാൻ വരുന്നൊരു വീടാണ്. ഇതൊന്ന് കമൻറ്റ് ചെയ്തു ഇവിടെ എന്തെങ്കിലും അതും ഇവിടെ ഗ്യാരേജിൻ്റെ ആക്കണോ, അതോ ഇവിടേക്ക് ഒരു റൂമാക്കി ചെയ്യുന്നത്. തിയേറ്റർ റൂം ഞാൻ വേറെ ആക്കുന്നത്. അതൊരു ഫുൾ ബ്ലാക്ക് കളർ വെളിച്ചം ഉണ്ടാകാൻ പാടിയാക്കുന്നത്. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ചെയ്യുന്നത്. അത് ഈ ഓപ്പോസിറ്റ് ആയിട്ട് ഇത്ര സ്ഥലം തന്നെ വന്നത് ഞാൻ അളവെടുക്കുന്നത്. ഇങ്ങനെ കുയ്യ് വെച്ച് അളവെടുത്താൽ അളവെടുത്തിട്ട് വേണം. കല്ലിൻ്റെ സൈസൊക്കെ എടുക്കണം. നമ്മൾ ഫുള്ള് റിയലിസ്റ്റിക് ആയി പോയി. കറക്റ്റായിട്ടാട്ടോ നമ്മളിതാ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഇവിടെ കുഴിക്കേണ്ടി വരും, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ നമ്മളിതാ അളവെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും അളവാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കണ്ടോ. ഈ ഒരു അളവ് കറക്റ്റ് ആയിട്ട് നമ്മളൊരു തിയേറ്റർ റൂമാക്കും. ഈ അരിയൊക്കെ ഇവിടെ നമ്മൾ ടി വി, പിന്നെ എൻട്രി വരുന്നത് ബാക്കിൽ ഇവിടെ ആയിട്ട് വെക്കല്ലോ. അങ്ങനെയായിട്ടൊരു എൻട്രി വെക്കും. അപ്പോൾ എൻട്രിക്ക് ആയിട്ടൊരു ഇത്രയും ഏരിയ എൻട്രി കണക്ഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ എൻട്രിയിൽ നമുക്ക് ആദ്യം റെഡിയാക്കേണ്ടി വരും. അപ്പോൾ എൻട്രിയിൽ ആദ്യം റെഡിയാക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഈ പുല്ലുകൂടിനെ വരുത്തിയതല്ലേ ഉണ്ടാക്കുന്നത്. ഞാൻ ചെയ്ത് കാണിച്ചത് നമ്മൾ നോക്കി നോക്കി സൈക്കിൾ ഇനി ഇവിടുന്ന് എങ്ങനെ തിയേറ്റർ റൂമിൽ പോകാം. അത് ഞാൻ ഒരു ഐഡിയ ചെയ്യും. ഞാൻ ഇതിൽ കൂടി 2 വഴി കൊടുത്തു. ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടി ആയിട്ടാണ് കൊടുക്കാൻ കുഴപ്പമില്ല. ഓക്കെ, ഇതിൽ കൂടി ഒരു വഴിയായിട്ട് കൊടുക്കും. ഇതിൽ കൂടി ആയിട്ടൊരു വഴി ഇതായിട്ടാണ് കുഴപ്പമില്ല. ഇതിൽ കൂടി ആയിട്ടൊരു വഴി കൊടുക്കാം. പിന്നെ അവിടെയൊക്കെ ഡോറൊക്കെ വെക്കുന്നത് ഡോറൊക്കത്തിന് ഡോറ് വെക്കുന്നത്. എങ്ങനെ ആൾക്കാരിങ്ങനെ കയറി ഇതൊക്കെ ഇവിടെ ഇത് എഴുതുന്ന ഈ പമ്പറിനോടൊക്കെ. അപ്പോൾ അളവ് പിടിച്ചിട്ട് ഇനി ഇവിടെ ഫുള്ള് കുഴിച്ചിട്ട് കല്ല് ഏതാ വെക്കണമെന്ന് വെച്ചാൽ കല്ലിപ്പോൾ ഏത് വെക്കും. അടിയിൽ നമുക്ക് ഈ ഒരു ഇത് ഇടേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് വൈറ്റ് ഇതായിട്ട് ഇടേണ്ടി വരും. അതിലല്ല ആദ്യം തന്നെ നമുക്കിത് അവിടെ ഫുള്ള് ക്ലീൻ ആകുന്നത്. ഓക്കെ, ഞാൻ ഇതൊന്ന് ക്ലീൻ ആകട്ടെ. നമ്മൾ ഏകദേശം അവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയൊന്നും ഉണ്ടാവില്ല, നമ്മൾ ചെറുതാക്കും. കാരണം ഇനി ഇവിടെ നമ്മൾ മതിലാണ് ആദ്യം തന്നെ പണിയാൻ പോകുന്നത്. മതിൽ തന്നെ ആദ്യം പണിയാക്കാൻ നല്ലത്. ഈ പണിയാകും ഫുള്ള് മൂട് മണ്ടത്ര ഇവിടെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ ഇനി കട്ട കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ പ്ലാൻ മാറ്റി. ഈ കട്ടടാ ആ കട്ട കഴിഞ്ഞ ഇതാ ഈ ഒരു ഇതാന്ന് വിചാരിച്ചു.
അത് തീരാൻ കാരണം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് എടുക്കുന്നത് കണ്ടില്ല ഇതുമ്പോൾ ഫുള്ള് ഈ കട്ടയും കിട്ടുന്നത് അതാണ് കേട്ടോ ഇപ്പോൾ പഴയ വീടുണ്ടാക്കി വെച്ച മാതിരി ഈ അളവ് എടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഹൈറ്റ് ഇതാ ഒരു ഇത്രയെങ്കിലും വരും ഇല്ല ഇനി മേലേക്ക് പോകണമെന്നില്ല ഒരു വീടിൻ്റെ ഒക്കെ ഒരു അളവ് ഒരു പകുതി മുക്കാലാക്കി ഉണ്ടാക്കിയതാണ് ഇനി നമുക്കിത് അവിടെ ഫുള്ളായിട്ട് മറ്റേ ഇത് പണിയുന്ന മാതിരി നമുക്ക് ചെയ്യണം ഇത് ബാധിക്കുന്ന ഞാൻ കുറേ കട്ട് ചെയ്തിട്ടുണ്ടാവും ഗൈസ് കാരണം പണി ഓവറാണ് ഓക്കെ അവിടെ ഇടണ്ട കാര്യമാണ് ഇവിടെ ഉണ്ടാവും ഇതാണ് ടാസ്ക് ഒരു ജസ്റ്റ് മിസ്സിനെ കട്ടമ്മനെ അളവെടുത്ത് എനിക്കറിയുന്ന കേസ് അവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും അപ്പോൾ കേസ് കുറച്ചൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി വർക്ക് ചെയ്യാൻ നല്ല ഹാർഡാണ് കാരണം റൂഫ് ഇതാക്കണം എന്നിട്ട് ഉള്ളിൽ കണ്ടു കേസ് ഇവിടെ കുറേ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട് ഇതൊക്കെ റെഡിയാക്കും കേസ് ഞാൻ ഇപ്പോൾ കട്ടകളൊക്കെ തിന്നുന്ന കേസ് ഇപ്പോൾ കൂടി അല്ലേ കട്ടകൾ പിന്നെ നമ്മൾ ഗ്രൗണ്ട് റെഡിയാക്കണം കട്ട് നോക്കട്ടെ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് റെഡിയാക്കി ഇവിടെ ഡോറും കൂടി ഒന്ന് റെഡി ആക്കുന്നത് ഞാൻ മറന്നു പോയിട്ട് മണ്ടത്തരായി പോയി ഓക്കെ കണ്ടോ ഈ കൂടി എത്തിയിട്ട് പോയി പിന്നെ ഇവിടെയൊക്കെ സീറ്റ് കൂടി എത്തി കഴിച്ച് നമുക്കിത് ഇതൊക്കെ ചെയ്യട്ടെ കേസ് അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കാനൊക്കെയാണ് ഈ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നില്ല കുറേ നേരം എടുത്ത് കഴിച്ചത് കറക്റ്റായി ഇത്രയും ചെയ്യാനുണ്ട് പിന്നെ ഭയങ്കര ഹാർഡായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലൊക്കെ കറക്റ്റ് ചെയ്ത് ഞാൻ അളവെടുത്ത് അപ്പുറത്തുള്ള സാധനത്തിൻ്റെ ഒരു അടി വലിപ്പുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിട്ട് ഗൈസ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഗൈസ്